ഇപ്പം ബിഗ് ബോസ് ഷോ കഴിഞ്ഞാലും വെളിയിൽ ഷോ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. വെളിയിലെ ആർക്കൊക്കെ ആരെയൊക്കെ നെഗറ്റീവ് ആക്കാൻ കിട്ടുമോ അവരെയൊക്കെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവിന് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അകത്ത് ബിഗ് ബോസ് ഷോ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പൊ വെളിയിൽ നടക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ ഒരാളെ കോർണർ ചെയ്തുകൊണ്ടിരുന്നു, നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് ഷോയുടെ അകത്ത്. അതുപോലെ തന്നെയാണ് വെളിയിൽ നടക്കുന്നത്. ഇവരെല്ലാരും കൂടെ ഒത്തുകൂടിക്കൊണ്ട് വേറൊരാൾക്കെതിരെ അല്ലെങ്കിൽ ജയിച്ച ഒരാൾക്കെതിരെ കോർണർ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്നവരെയും കോർണർ ചെയ്യുന്നു. അതാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷവും വെളിയിലും ഒരു ഷോ നടക്കുന്നത്. ഇപ്പോഴും ആ ഷോ നടത്തുന്നവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളെല്ലാം പിന്നെയും നെഗറ്റീവിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന മൈൻഡ് ഗെയിമിൽ അനുമോള് നിങ്ങളെയൊക്കെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുമോളുടെ ഗെയിമിൽ വീണവരാണ്. നിങ്ങൾ അനുമോളുടെ ഗെയിമിൽ വീണ് തോറ്റുപോയവരാണ്. അതെന്താണ് നിങ്ങൾ ആ റിയാലിറ്റി മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. അതൊരു മൈൻഡ് ഗെയിമാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൈൻഡ് ഗെയിമാണ്. അവിടെ ടാസ്ക് ജയിക്കുകയോ അല്ലെങ്കിൽ ടാസ്ക് ജയിച്ച ആൾക്ക് ട്രോഫി കൊടുക്കണമെന്നോ ടോപ്പ് 5 കൊണ്ടുവരണമെന്നോ അതൊന്നും ഇല്ല. അവിടെ ക്യാമറകളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന A to Z കാര്യങ്ങൾ വെളിയിലുള്ള പ്രേക്ഷകർ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വോട്ട് കിട്ടാതെ വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വെളിയിൽ വന്നിരുന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് ആദ്യം ഓർക്കുക. ഇത് ഞാൻ പറയാൻ കാര്യം, നമ്മൾ കണ്ടതാണ് ലക്ഷ്മിയും അനുമോളും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്. അത് ലാസ്റ്റ് സമയങ്ങളിലാണ് ഈ കൂട്ടുകെട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയത്. അതുപോലെ തന്നെ അനുമോൾക്ക് കപ്പ് കിട്ടിയപ്പോൾ ലക്ഷ്മിയുടെ സന്തോഷം, മസ്താനിന്റെ സന്തോഷം, പ്രവീണിന്റെ സന്തോഷം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോഴും അനുമോളോട് ഇപ്പൊ നല്ല ബന്ധമാണെന്നാണ് പറഞ്ഞത് ലക്ഷ്മി. അങ്ങോട്ട് വിളിക്കാറുണ്ട്, എടുക്കാറുണ്ട്, എല്ലൊക്കെയാ പറയുന്നത്. പക്ഷെ അവിടെയും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വെളിയിൽ നിന്ന് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് അനീഷിന്റെ ഒരു പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കാം. അനീഷിന് റോയ് സാർ ഒരു 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് വന്നപ്പോൾ ലക്ഷ്മി പോയി അനീഷിനെ കണ്ടു. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. അനീഷിനെ പോയി ലക്ഷ്മി കണ്ടതിന് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഡബിൾ സ്റ്റാൻഡ് എന്നുള്ളതാണ്. അതിന് ലക്ഷ്മി എവിടെയാണ് ഡബിൾ സ്റ്റാൻഡ് എടുത്തത്? ലക്ഷ്മിക്ക് അനീഷിനെ പോയി കണ്ടുകൂടെ? ഈ പറഞ്ഞ ആദില നൂറയെ പോയി കണ്ടുകൂടെ? ആരെ വേണേലും കാണാം. അത് ലക്ഷ്മിയുടെ ഇഷ്ടമാണ്. ഇപ്പൊ ലക്ഷ്മിക്ക് ഇപ്പം ഈ പറയുന്ന അനുമോളെ മാത്രമേ കാണാവൂ, അനുമോള് മാത്രമേ സംസാരിക്കാവൂ എന്നൊക്കെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. അത് ലക്ഷ്മിയുടെ ഇഷ്ടമാണ്. ഞാൻ ആരെ കാണണം, ആരെ കാണണ്ട, ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കേണ്ട എന്നൊക്കെ ഉള്ളത്. അതിനെ വളച്ചൊടിച്ചിട്ട് ആ ഡബിൾ സ്റ്റാൻഡ് ആണ് എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആക്കാൻ കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട് ലക്ഷ്മിയെ. അത് ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ PR ഇല്ല എന്ന് പറയുന്നവരെല്ലാം വെളിയിൽ ഇറങ്ങിയിട്ട് ശരിക്കും PR കൊടുത്തിട്ടുണ്ട്. 2-3 പേരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് ആരെയൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിലൊരു ടാർഗറ്റാണ് ഈ പറഞ്ഞ ലക്ഷ്മി ഇപ്പം മസ്താനിയെ കാണുകയോ, ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ മത്സരിച്ച കണ്ടസ്റ്റൻസ് ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം കാണാനും സംസാരിക്കാനുമുള്ള അധികാരം ഈ പറയുന്ന ലക്ഷ്മിക്കുണ്ട്. അതിന് നിങ്ങൾ കിടന്ന് പിടച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ അനുമോളെ മാത്രമേ കാണാവൂന്നുണ്ടോ? ഒരിക്കലും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് എല്ലാവരെയും കാണാതെ അവരുടെ ഇഷ്ടമാണ് അവരാരെ കാണണം ആരെ കാണണ്ട എന്നുള്ളത്. അതിൽ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലുള്ളവർ മാത്രമേ പോയി ലക്ഷ്മി കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഫാൻ ബേസ് കൂടുതലുള്ളവർക്ക് മാത്രം പോയി ഒട്ടാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അനീഷിനെ കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അനീഷിനും അനുമോൾക്കും ആണല്ലോ ഏറ്റവും കൂടുതൽ ഫാൻസ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. അത് അവരവരുടെ ഇഷ്ടമാണ്. ആരെ കാണണം, ആരെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്. ലക്ഷ്മിയുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഇപ്പം ലക്ഷ്മിക്ക് ഇപ്പൊ ഇത്രയും പോസിറ്റീവ് നേടണം, ഇന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിചാരമുള്ള ഒരാളായിട്ട് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. ലക്ഷ്മിക്ക് പേഴ്സണലായിട്ട് കുറച്ച് പേരെ ഇഷ്ടമായിരിക്കാം, അവരെ പോയി കാണുന്നു എന്നേ പറയാനുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ പ്രചരിക്കുന്നത്, ലക്ഷ്മിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ അനുമോള് മിണ്ടാതിരിക്കുന്നത്? ഈ അനുമോള് PR കൊണ്ടാണ് ജയിച്ചതെന്ന് ഇപ്പൊ വെളിയിലും പറഞ്ഞ് പരത്തുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അതിന് അനുമോളാണ് മറുപടി തരേണ്ടത്. അനുമോളാണ് അതിന് മറുപടി കൃത്യമായിട്ട് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് അല്ലേ? അനുമോളല്ലേ മറുപടി പറയേണ്ടത്. അത് ലക്ഷ്മിയോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിൽ അനുമോൾക്ക് വേണമെങ്കിൽ മറുപടി പറയാം, വേണമെങ്കിൽ മറുപടി പറയാതിരിക്കാം. എന്ന് വെച്ചാൽ അനുമോള് മിണ്ടാതിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു വലിയൊരു കണ്ടന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്തത് എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും നല്ലതെന്ന്. അനുമോളുടെ ആ മൗനം ഉണ്ടല്ലോ, ആ മൗനം പോലും പലരെയും എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അനുമോളുടെ വഴിക്ക് പോട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം PR എനിക്കുണ്ടോ, PR എനിക്കില്ലയോ, എന്താണ് PR എന്ന് ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും അനുമോൾക്കില്ല. അനുമോള് ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് PR ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വെളിയിൽ 16 ലക്ഷം 17 ലക്ഷം അതൊക്കെ ചർച്ചയൊക്കെ നടന്നോട്ടെ. അത് വന്ന് ഇവിടെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അനുമോള് ബോധിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ മുന്നേ ബോധിപ്പിച്ചു കഴിഞ്ഞു. ആരാണ് PR എന്നും എന്താണ് PR എന്നും എല്ലാം ബോധിപ്പിച്ചു കളഞ്ഞു. എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് പ്രത്യേകം വന്നിരുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനായിരുന്നു, ഞാൻ ഇതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അത് പറയാൻ നിൽക്കരുത്. അനുമോൾ അത് പറയാൻ നിൽക്കരുത്. അനുമോളുടെ മൗനം ഇവർക്കെല്ലാം ഒരു പ്രശ്നമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ.
ആ മൗനം അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഇവർ അതിന്റെ പുറകെ നടക്കട്ടെ എന്നങ്ങ് വിചാരിക്കുക. അനുമോളുടെ കാര്യങ്ങൾ നോക്കി പോവാം. അപ്പൊ ലക്ഷ്മി പറഞ്ഞത് അനുമോളാണ് അതിന് മറുപടി പറയേണ്ടത്. അത് അനുമോൾ തന്നെ പറയട്ടെ. അനുമോൾ ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ അത് അനുമോളോട് ചോദിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനെ വളച്ചൊടിക്കുന്നവരും ഉണ്ട്. ഇപ്പൊ ലക്ഷ്മി ഉൾപ്പെടെ ഉള്ളവരാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് അനുമോൾ ഇതിനൊക്കെ മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഇഷ്ടമാണ് അത് പറയണോ വേണ്ടായോ എന്നുള്ളത്. അനുമോളുടെ ഇഷ്ടമാണ് അനുമോൾ മറുപടി പറയണോ വേണ്ടോ എന്നുള്ളത്. എന്റെ ഒരു ഇത് വെച്ചിട്ട് അനുമോൾ ഇതിന് മറുപടി പറയാതിരിക്കുന്നത് നല്ലത്. അനുമോൾ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇവരുടെ ഒന്നും പുറകെ പോകാതിരിക്കുന്നതാണ് അനുമോൾക്ക് ഏറ്റവും നല്ലത്. അനുമോളുടെ കാര്യം നോക്കി അങ്ങ് പോവുക. പറയേണ്ടവർ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതാണ് ചിരി വരുന്നത്. ഈ പറഞ്ഞ വിനു ഈ അനുമോള് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ പോകാറുണ്ട്. അതുപോലെ അനുമോളുമായിട്ട് കൂടുതൽ അടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെ വേറെ രീതിയിൽ കേന്ദ്രീകരിക്കുന്നവരുണ്ട്. ഇനി അവർ തമ്മിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇനോഗ്രേഷൻ വന്നപ്പോൾ തന്നെ ചോദിച്ചപ്പോൾ തന്നെ അനുമോള് പറയുന്നുണ്ട് എനിക്കൊരു ജ്യേഷ്ഠനെ പോലെയാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനെ പിന്നെ പറയുന്നത് വിനു ആണെങ്കിൽ ഈ പറയുന്ന അനുമോളെ ചതിക്കും, അനുമോളെ കൊണ്ടു നടന്നിട്ട് അനുമോൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഡോക്ടർ റോബിന് സംഭവിച്ചതുപോലൊക്കെ ഈ പറഞ്ഞ അനുമോൾക്ക് സംഭവിക്കും എന്നുള്ളത്. ഡോക്ടർ റോബിനെ പോലല്ല അനുമോൾ. ഡോക്ടർ റോബിൻ വെളിയിൽ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഒരു ഫാൻ ബേസ് ഉണ്ടാകുന്നതും കൂട്ടുകെട്ടുകൾ കൂടുതൽ ഉണ്ടാകുന്നത്. അനുമോൾ അങ്ങനെയല്ല. അനുമോൾക്ക് ഒരു ഫാൻ ബേസും ഉണ്ട്, അതുപോലെ തന്നെ നല്ല കൂട്ടുകെട്ടുകളും ഉണ്ട്. വെളിയിൽ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാനുള്ള കൂട്ടുകെട്ടുകളും ഉണ്ട്. അപ്പം അതിനെ വേറൊരു രീതിയിലേക്ക് ചിത്രീകരിക്കാനാണ് ഈ ശ്രമിക്കുന്നത്. വിനു എന്തിനാണ് ഈ പുറകെ നടക്കുന്നത്, വിനുവിനെ എന്തിനാണ് കൂടെ കൊണ്ട് നടക്കുന്നത്, ഇതൊക്കെ അനുമോളുടെ ഇഷ്ടമാണ്. ഇതൊന്നും നമ്മുടെ ഇഷ്ടമല്ല. അനുമോളെ വിനു ചതിച്ചാൽ അത് അനുമോൾക്ക് പോയി. അതിലൊന്നും അഭിപ്രായം പറയാൻ നമുക്ക് യാതൊരു ഇതും ഇല്ല. അനുമോള് ഈ കൂടെ കൊണ്ട് നടക്കുന്നു, അല്ലെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകുന്നു, കൂടെ എപ്പോഴും അനുമോളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോളുടെ ഇഷ്ടമാണ്. കൂടെ കൊണ്ട് ആരെ നടക്കണം, ആരെ നടക്കണ്ട, ആരോട് മിന്നണം, ആരോട് മിന്നണ്ട എന്നുള്ളതൊക്കെ. ഈ പറയുന്നവർ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. ഈ പറയുന്ന വിനുവും ഈ പറയുന്ന അനുമോളും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, ആ ഫ്രണ്ട്ഷിപ്പായിട്ട് കാണുന്നവർക്ക് അത് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ ഒരു നിമിഷം മതി. നിമിഷം നേരം കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും. നേരത്തെ ഈ ഫ്രണ്ടിനെ കണ്ടില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഒരാളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നിമിഷ നേരം മതി. ഒരാളുടെ ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറും. അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വർഷങ്ങളുടെ ഇതൊന്നും വേണ്ട. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ജിസയിലും ആര്യനും ഓക്കെ ബിഗ് ബോസ് ഹൗസിനകത്തും അവർ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. അവർ വെളിയിൽ വന്നിട്ടും ഇവരും ഒരുമിച്ചാണ് നടക്കുന്നത്, ഒരുമിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നു, ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നു. ഇന്റർവ്യൂ തന്നെ നമ്മൾ കണ്ടതാണ് പറയുന്നത് കേട്ടോ. ഒരുമിച്ച് അവരെന്തൊക്കെയൊക്കെ സംസാരിക്കുന്നു, ഒരുമിച്ച് നടക്കുന്നു, പോകുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇതിനെയും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അനുമോള് ചെയ്യുമ്പോൾ മാത്രം അത് വള്ളി നിക്കറും, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ട്രൗസറും. അതെങ്ങനെയാ ശരിയാവുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, അനുമോളെ ഇവർ ചതിക്കുവാണെങ്കിൽ അത് അവർ നോക്കിക്കോളും. അത് അനുമോളാണ് തീരുമാനിക്കേണ്ടത്. എന്റെ കൂടെ നടക്കുന്ന ആൾ എന്നെ ചതിക്കുമോ, അല്ലെങ്കിൽ അനുമോൾ അത്രയും ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ. അത്രയും ബുദ്ധിയില്ലാത്ത ഒരാൾ ഒരു കപ്പടിക്കത്തുമില്ല. അപ്പം അനുമോൾക്കറിയാം ആരെ കൂടെ കൊണ്ട് നടക്കണം, ആരെ കൂടെ കൊണ്ട് നടക്കണ്ട എന്നൊക്കെ ഉള്ളത് അനുമോൾക്കറിയാം. പ്രത്യേകിച്ച് ഈ വിനുവിനെ അനുമോളെയും കൂടെ ചേർത്ത് ഒരുപാട് കഥകൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അവരോടാണ് ഞാൻ നേരത്തെ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഇതിനെ കാണാൻ കഴിയില്ലേ എന്നുള്ളത്. മറുഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ശരിയാണ്. കൂടെ കൊണ്ട് നടന്ന് ചിലപ്പോൾ വിനു ചതിച്ചേക്കാം, വിനു എവിടെയെങ്കിലും കൊണ്ട് പെടുത്തിയേക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരുണ്ട്. ശരിയാണ്, അങ്ങനെ സംഭവിച്ചു കൂടായിക ഒന്നുമില്ല. പക്ഷെ ഇതിന്റെ നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയാൻ അനുമോൾക്ക് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി മാത്രം ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അനുമോളും ഈ പറയുന്ന വിനുവും ഒരുമിച്ച് നടന്നാൽ എന്താ കുഴപ്പം, ഒരുമിച്ച് ഇരുന്നാൽ എന്താ കുഴപ്പം, അവർ ഒരുമിച്ച് ഒരു ഉദ്ഘാടനത്തിന് പോയാൽ എന്താ കുഴപ്പം, ഒരുമിച്ച് ഒരു പരിപാടിക്ക് പോയാൽ എന്താണ് കുഴപ്പം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഒരു ഉദാഹരണം. അപ്പം ഈ ജിസയിലും ആര്യനും ഇപ്പോഴും ഒരുമിച്ചാണല്ലോ, ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്, അവരെ ഒരുമിച്ച് ലൈവ് ഇടുന്നു, ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് വരുന്നു. ആ ഫ്രണ്ട്ഷിപ്പാണ് അതെങ്കിൽ ഇതും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതിനെ ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാൻ പറ്റും. ഇതിനെ എന്തുകൊണ്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാൻ പറ്റുന്നില്ല? വെളിയിൽ വന്നതിന് ശേഷമായിരിക്കാം ഇവർ തമ്മിൽ കൂടുതൽ അറിഞ്ഞത്. വിനുവും ഇത് ഈ പറയുന്ന അനുമോള് കേട്ടതുപോലെ തന്നെ വഴി ഈ പറഞ്ഞ വിനുവും കേട്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കാം. ആ ഫ്രണ്ട്ഷിപ്പിനെ വേറെ രീതിയിലേക്കൊക്കെ ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ അതിന് നല്ലതും കെട്ടതും ഒക്കെ അനുമോൾക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചതി, വഞ്ചന, അത് ആരെയും ചതിക്കും. ചതി മനസ്സിലുള്ളവർ അത് ആരുടെ കൂടെ കൂടിയാലും അവർ ചതിക്കും. അല്ലാതെ നമുക്ക് നേരത്തെ പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. ഇന്ന ആൾ കൊണ്ടുപോയി ചതിയിൽ വീഴ്ത്തും, അല്ലെങ്കിൽ ഇവനൊരു ചതിയനാണ് എന്നൊന്നും നമുക്ക് ഒരാളുടെ ഫേസ് കണ്ടിട്ടോ ഒരാളുടെ ബിഹേവിയർ കണ്ടിട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിൽ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ആ അനുഭവം ഉണ്ടാകുമ്പോൾ അവർ പറയും എന്നെ കൊണ്ടുപോയി ഇങ്ങനെ ചതിച്ചതാണ്, എന്നെയും കൊണ്ടുപോയി ചതിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക ഇവനിങ്ങനെ ചതിയനാണോ എന്ന് നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ അല്ലാതെ നമ്മൾ നേരത്തെ കയറി വിനു ഒരു ചതിയനാണ് മറ്റേതാണെന്നൊക്കെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോ വിനുവിനെ സപ്പോർട്ട് ചെയ്തൊന്നും പറയുമല്ലോ കേട്ടോ. എനിക്ക് ബിഗ് ബോസിൽ പോകാനും താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് വിനു ഇതുപോലെ PR വർക്കൊന്നും ചെയ്തു തരേണ്ട ആവശ്യമില്ല.
ഞാൻ PR വർക്കൊന്നും ചെയ്തു തരേണ്ട ആവശ്യമില്ല, അതിനുള്ള സോപ്പ് ഒന്നുമല്ല. പക്ഷെ എനിക്കിത് കേൾക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോഴൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ചിലർ യോജിക്കാം, ചിലർ യോജിക്കാതിരിക്കാം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ പേര് ഇപ്പോഴും കരച്ചിലാണ്. കരച്ചിൽ കണ്ട് കണ്ട് വയ്യ. അതുപോലെ തന്നെ PR വർക്കിന്റെ പീക്ക് ലെവൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വെളിയിലാണ്. ഇപ്പൊ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ PR കൊടുത്തിരിക്കുന്നത്. ആർക്കാണോന്നും അറിയത്തില്ല. എന്തായാലും പ്രത്യേക ചില കണ്ടസ്റ്റൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. എന്തായാലും അവർ വെളുത്തിട്ട് വെളുക്കുന്നില്ല. അവർ ഒരുപാട് വെളുപ്പിച്ച് നോക്കി, വെളുക്കുന്നില്ല. എന്നാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവ് ആക്കിയേക്കാം എന്നുള്ള വിചാരത്തിൽ കൂടി പോകുന്നതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.